So hey guys, welcome back to my channel. This is Surya and you're watching Street Hurdle Garage. So എൻ്റെ സൗണ്ടിന് ചെറിയ വിഷയമുണ്ട്, തൊണ്ടടിച്ചു പോയതാണ്. സോ ഇന്ന് നമ്മൾ സ്ലൈഡ് ചേഞ്ച് ഓഫ് പ്ലാൻ നമ്മൾ ഹോയിസിനായിട്ട് ഇറങ്ങാതിരുന്നതാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒരു ചെറിയ മിസ്സിങ് വണ്ടിക്ക്. സോ ഐ സ്വാപ്പ് വിത്ത് മൈ കസിൻസ് അപ്പാച്ചി RTR 160 180. സോ ഇതൊരു അത്യാവശ്യം നല്ലൊരു പക്ക വണ്ടിയാണ് കേട്ടോ. ബേസിക് യൂസിനും നമ്മുടെ കുറച്ച് ഒരുവിധപ്പെട്ട ട്രിപ്പിങ്ങും ഒരുവിധപ്പെട്ട ചെറിയ ഓഫ് റോഡിങ്ങൊക്കെ പക്ക വണ്ടിയാണിത്. സോ ഇന്ന് നമ്മളുള്ള പോണത് നമ്മുടെ ഹിമാലയൻ്റെ 450യുടെ ട്രാക്ക് റിവ്യൂവിന് വേണ്ടിയിട്ടാണ്, ട്രാക്ക് റൈഡ്. സോ എല്ലാ വർഷവും അവർ നമ്മുടെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് അവിടെ യൂഷ്വലി അവർ നമ്മൾ എന്താ പറയുക കസ്റ്റമേഴ്സിനെയും അല്ലാത്ത റൈഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഹൗ ടു ഡ്രൈവ് ദിസ് ഇൻ എ ട്രാക്ക് എന്നുള്ള രീതിയിൽ അവർ സെറ്റാക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് പോണത്. സോ നമ്മളൊരു ഐ തിങ്ക് ഒരു 2 years or 3 years ബാക്ക് ഐ ഹാവ് ഡൺ സിമിലർ വീഡിയോ ഓഫ് ദ ഹിമാലയൻ 411. നമ്മൾ 411 കുറിച്ച് ഒരു ഇതേ സെയിം കൈൻഡ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. സോ ഇന്ന് നമുക്ക് പോകേണ്ട മുളന്തുരുത്തിയിലേക്കാണ്. മുളന്തുരുത്തി വൂൾഫ് ഓഫ് റോഡ് ട്രാക്ക് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. സോ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. സോ ആക്ച്വലി എൻ്റെ ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 10 to 11 ആണ്. ഇപ്പോൾ ഓൾറെഡി 9:15 or 55 സംതിങ് അത്ര ആയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഓർ നോട്ട്. എന്തായാലും പോയേക്കാന്ന് വെച്ചു. ബേസിക്കലി നമ്മുടെ ഹോയിസിങ് പണിയുന്നതാണ് ലേറ്റ് ആയത്. സോ യു ക്യാൻ സീ, നമുക്ക് അവിടെ ചെന്ന് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ വോൾഫ് ട്രാക്കിലെത്തി. സോ ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രാക്കൊന്ന് നടന്നു നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓടിക്കുന്നതൊക്കെ ട്രാക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാമെന്നായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഫുൾ ഗിയറായിട്ട് വന്നതുകൊണ്ട് അവരുടെ വേറെ ജാക്കറ്റും കാര്യങ്ങളൊന്നും തരേണ്ടാത്തതുകൊണ്ട് അവരപ്പം തന്നെ എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് എന്നോട് ഓടിച്ചോളാൻ പറഞ്ഞു. അൺഫോർച്യുനേറ്റ്ലി ഞാൻ കറക്റ്റായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും മഴയും തുടങ്ങി. ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. സോ നമുക്ക് നോക്കാം. ഒട്ടും പരിചയമില്ലാത്ത ട്രാക്കാണ്, ഏത് തരത്തിൽ ഞാനിത് കൊളാക്കുന്നത്. സോ വി ക്യാൻ റൈഡ് ആൻഡ് സീ. അതെ, അവിടെ തെന്നിപ്പോയി, ഈ സൈഡ് കയറിപ്പോയി. അടിപൊളി. തിരിച്ചോടിച്ചോ അങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ, പോട്ടെ 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 പോട്ടെ. കുറച്ച് ആക്സിഡന്റ് ഇട്ട് കളിച്ചാൽ മതി. അതെ, അവിടെ ആ സൈഡ് കിട്ടിയില്ല ഉദ്ദേശിച്ചത്. പഠിക്കുക അവിടുന്ന് ആ
മേളിൽ പോയിട്ട് ഏറ്റവും മേളിൽ അങ്ങ് ഏറ്റവും പോയി കോർണർ എടുത്തിട്ട് ഇനി അറ്റിട്ട് ഇതേപോലെ ഒരു കയറുണ്ട്. ആ കയറ് ചേർത്തെടുത്തിട്ട് വന്ന് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ്. ഓക്കെ. അയ്യോ രണ്ടാമത്തെ വീഴ്ചയാണല്ലോ പിന്നെ ഫ്രണ്ട് പിടിച്ചു. വണ്ടി വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പൊക്കാം. ഓക്കെ. അല്ലെങ്കിൽ നടുവോ കൈ താഴെ കൊടുക്കും. ഇതേ മഴയും കൂടെ ആകുമ്പോഴേ നല്ല ശരിക്കും തെന്നുന്നുണ്ട്. രണ്ട് തൊടുവേ വേണ്ട. ഒന്നും പറ്റിയൊന്നുമില്ല. ഇല്ലില്ല. ഒന്നും പറ്റിയില്ല. വണ്ടിക്കൊന്നും പറ്റിയില്ല. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, നമുക്കൊന്നും പറ്റില്ല. ഓക്കെ. സോ ഗൈസ്, പരാജയമായിരുന്നു. ഐ തിങ്ക് എൻ്റെ മൈക്ക് എവിടെ പോയെന്ന് തോന്നുന്നു. സോ ഗൈസ്, എന്തായാലും നമ്മുടെ റൈഡ് കൊളായി. എന്നാൽ ബാക്കിയുള്ള റൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. സോ യു ക്യാൻ സീ ദാറ്റ് അവിടെ ഒരാൾ വീണിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇവർ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ വീണപ്പോഴും അവിടെ വന്ന് അവർ പൊക്കിത്തരുകയോ ചെയ്ത് നമ്മളെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. കാരണം നടുപൊടി ഉണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. സോ ഞാൻ ഈ ടേണിലാട്ടോ വീണത്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ വാട്ടർ കോഴ്സിൻ്റെ അവിടെ വീണായിരുന്നു. സോ നമുക്ക് നോക്കാം ബാക്കിയുള്ളവർ എങ്ങനെ ഇതിൽ കൂടെ എടുക്കുന്നൊക്കെ. തുടങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ പോയി, അവിടെ ഒരു ടേൺ, then ഇങ്ങനെ പോയി, അവിടെ ഒരു ടേൺ, പിന്നെ ഇവിടെ നിന്ന് ഒരു ടേൺ, പിന്നെ ഇവിടെ നിന്ന് ഒരു ടേൺ. ആക്ച്വലി എൻ്റെ കോൺഫിഡൻസ് ഇരുന്നൊക്കെ ഇവിടെ ഫസ്റ്റ് ചോദിച്ചത് ഞാൻ പിന്നെ സ്ലോ പേസിലാണ് എടുത്തത്. അതുകൊണ്ട് ഇവനോ ക്യാമറയിൽ വല്ലതും കിട്ടിയിട്ടുണ്ടോയെന്ന് വരും. സോ നിങ്ങൾക്ക് കാണാം ആ വീണ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ഡെഡ്. സോ I think they are going to change the bike for the person. വണ്ടി ചേഞ്ച് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. യെസ്, ഒരു വണ്ടി വളയ്ക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ മാറ്റാനായിരിക്കും. സോ അവർക്ക് വേറൊരു വണ്ടി കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, പുള്ളിക്കാരൻ ഭയങ്കര സ്ലോ ഫേസിലാണ് ഇപ്പോൾ നിലവിലെടുക്കുന്നത്. സോ ആക്ച്വലി സ്ലോയിൽ തന്നെ എടുക്കുന്ന കേട്ടോ നല്ല ഒരു ഇത്. ബിക്കോസ് ഈ ട്രാക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിനു മുമ്പ് ഈ ട്രാക്കിൽ ഓടിച്ചിട്ടില്ല. കാരണം ഇത് ഫുൾ വൈൽഡ് ട്വിസ്റ്റസ്റ്റാണ്. ഇങ്ങനെ അവിടെ വളയുക, ഇവിടെ വളയുക, അവിടെ വളയുക, ഭയങ്കര വളവും തിരിവാണ്. സോ ഒന്നെങ്കിൽ സ്ലോ പേസിലെടുക്കണം, അല്ലെങ്കിൽ ഓഫ് റോഡ് ഓടിച്ച് ഇത്തിരി പരിചയം ഉണ്ടാകണം. നമ്മൾ ട്രാക്ഷൻ കളഞ്ഞ് കൂടുതൽ ഹാൻഡിൽ ത്രോട്ടിൽ കൊടുത്ത് ഒക്കെ വളച്ചെടുക്കേണ്ടി വരും. ഈ പുള്ളിക്കാരൻ എന്തായാലും പക്കയായിട്ട് എടുക്കുന്നത്. ബിക്കോസ് സ്ലോ സ്പേസിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. എന്നെപ്പോലെ പൊട്ടത്തരം എന്തായാലും കാണിച്ചിട്ടില്ല. സോ ഇത് അടുത്ത ആളാണ്. ഐ തിങ്ക്
ഹീസ് ടേക്കിംഗ് ഇറ്റ് ടൈം. കുറച്ചും കൂടി ഒരു സ്പാർട്ട് സ്പേസിലാണ് പുള്ളി എടുക്കുന്നത്. ഇത് ചെയ്ത് പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് നോക്കാം. പക്ക. നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്ലൈഡ് ചെയ്തെടുത്താൽ അതൊന്ന് ബാലൻസ് ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുള്ളിക്കതല്ല ഓടിക്കാൻ നന്നായിട്ട് അറിയാമോ? സോ ഗായ്സ്, അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നമ്മളിന്ന് ഹിമാലയൻ എക്സ്പീരിയൻസ് ട്രാക്ക് റൈഡ് എക്സ്പീരിയൻസിനാണ് വന്നത്. പരാജയമായിരുന്നു, ബട്ട് എനിവേ മറ്റുള്ളവർ നന്നായിട്ട് പെർഫോം ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.